എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ? അപ്പോൾ അടുത്തിടെയായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരും, നമ്മളുടെ ഫാമിലിയിലെ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് മെസ്സേജായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും എന്താണെന്നുള്ളത്. സജിത്ത് പോയിട്ട് എന്തായി? അവിടെ സുഖമാണോ, സന്തോഷമാണോ, ജോലിക്ക് പോയി തുടങ്ങിയോ, എങ്ങനെയുണ്ട്, അവിടെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നു. കാരണം നമ്മളിങ്ങനെ വ്ളോഗ് ഇടുമ്പോൾ നമ്മൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഫാമിലി എന്നിങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്തായി, അവിടെ എന്തായി എന്നങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് കുറേ പേരായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെ പറ്റിയിട്ടൊരു വ്ളോഗ് ഇടാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും സൈത്തേട്ടനും കൂടിയിട്ട്, സൈത്തേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ അന്ന് വ്ളോഗ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താ പറയുക, അവിടെ പോയിട്ട് നമുക്ക് വീഡിയോസൊക്കെ അയച്ചു തരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്കറിയാം സൈത്തേട്ടനെ എനിക്ക് നല്ലപോലെ അറിയുന്നതാണ്, അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാത്ത ആളാണ്. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ കുവൈറ്റിൽ നിന്ന് വീഡിയോ വന്നിരിക്കുന്നു. വ്ളോഗ് ഒരു വീഡിയോ 2 വീഡിയോ എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇതാണ് എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു വലിയൊരു മാറ്റമാണ് ഞാൻ കാണുന്നത് കേട്ടോ സൈത്തേട്ടൻ്റെ അടുത്തുനിന്ന്. കാരണം അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലാത്ത ആളാണ്. ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അതൊന്നും സൈത്തേട്ടന് ചെയ്യാറൊന്നുമില്ല, അങ്ങനത്തെ ആളാണ്. അപ്പം അന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എടുത്ത് പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ വ്ളോഗ് കണ്ട തന്നെ എന്നൊക്കെ പറഞ്ഞ ആളാണിപ്പം അവിടെ നിന്ന് ഇങ്ങനെ തുരുതുരായി എനിക്ക് വീഡിയോസ് അയച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അത് ഞാൻ തന്നെ ശരിക്കും ഞാനിങ്ങനെ പറയും, എനിക്ക് ഒരു വീഡിയോ എങ്കിലും ഒന്ന് അയച്ചു തരും. കാരണം നമുക്ക് വ്ളോഗിൻ്റെ ഇടയിലെങ്കിലും എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ജസ്റ്റ് അവിടുന്ന് സൈത്തേട്ടൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് അതൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എങ്കിലും എനിക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോണ്ട് വീഡിയോൻ്റെ വരവാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോവുക അങ്ങനെയൊന്നും പോകാനൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എന്താ ഒറ്റയ്ക്ക് എവിടെ പോകാനാണ്. അപ്പോൾ ഓഫീസ് റൂം അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പുറത്തൊന്നും കറങ്ങി നടക്കാൻ പിന്നെ ഫ്രണ്ട്സ് ഒന്നൊക്കെ ഉണ്ടെച്ചെങ്കിലല്ലേ. ഇപ്പം അങ്ങനെയൊന്നും അവിടെ അധികം ആയിട്ടില്ലല്ലോ. അപ്പം തൽക്കാലം ഇപ്പോൾ നമ്മൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, എനിക്കും കൂടിയിട്ടാണ് കേട്ടോ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വീഡിയോ കോൾ നമ്മൾ ദിവസേന ചെയ്യുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്കെല്ലാം അവിടെ ഇങ്ങനെ കാണിച്ചു തരും. അപ്പം ബാക്കി എല്ലാവർക്കും കാണണ്ടേ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തായാലും കുവൈറ്റിലൊന്ന് വ്ളോഗർ എന്തായാലും സൈത്തേട്ടൻ്റെ വക വ്ളോഗ് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഹലോ, അപ്പോൾ എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെന്താ, അങ്ങനെ സുഖമായിട്ട് എത്തി, ഓഫീസിലൊക്കെ ജോയിൻ ചെയ്തു. ഇപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് പോകുന്നു. പിന്നെ ഇതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ റൂം. എന്നുവെച്ചാൽ നല്ല എല്ലാ സൗകര്യമുള്ള നല്ല അടിപൊളി റൂമാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുവൈത്തിലുള്ള കുറേ പേര് ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോളിഡേ ഇന്നാണ്, എന്നുവെച്ചാൽ ഫർവാനിയ എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള ഹോളിഡേ ഇന്നിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചില കാഴ്ചകളൊക്കെ ഞാൻ അങ്ങനെ കാണിക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവർക്കും ഗൾഫിലുള്ളവർക്കൊക്കെ ഇതൊരു പുതുമയായിരിക്കില്ല, എന്നാലും നമുക്കത് കണ്ടു നോക്കൂ. ഇനി നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കുവൈറ്റിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അല്ലേ? അപ്പോൾ വളരെ കുറച്ച് കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ. അവിടെ താമസിക്കുന്ന സ്ഥലം, റൂമും അവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ കാണിച്ചു തരും. പിന്നെ അപ്പോൾ ഇതാ ഈ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് കേട്ടോ. കുറേ പേര് നമ്മൾ അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കുവൈറ്റിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കുവൈറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതിപ്പോൾ നമ്മൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതൊന്നും നമുക്ക് അത്ര അറിയില്ലല്ലോ. ഓരോരുത്തരും ഓരോ കമൻറ്റ് ഇടുന്നു എന്നല്ലാണ്ട് എവിടെയാണെന്നുള്ളത് നമ്മളങ്ങനെ ചോദിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ കുവൈറ്റിലിരുന്നിട്ട് കാണുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പം ഇപ്പം ഞാൻ പറയുകയും ചെയ്തു, സൈത്തേട്ടനൊക്കെ പുറത്തു പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ആൾക്കാരനൊക്കെ കണ്ടിട്ട് നമ്മളെന്നെ തിരിച്ചറിയാണെച്ചെങ്കിൽ എന്തൊരു വലിയ കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോദിച്ചവരോടൊക്കെ കൂടി വേണ്ടിയിട്ടാണ് പറയണത്, ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്.
പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കും, അപ്പം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ വീഡിയോ കിട്ടിയാൽ തന്നെ നമുക്ക് വലിയ ഭാഗ്യമാണ്. കാരണം അങ്ങനെ സംസാരിച്ചിട്ടൊന്നും വ്ളോഗ് സൈത്തായിട്ട് അങ്ങനെ എടുക്കാറില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ജോലിക്കൊക്കെ പോയി തുടങ്ങിയില്ലേ എന്തായി എന്നൊക്കെ. അപ്പോൾ ജോലിക്കൊക്കെ പോയി അന്ന് തന്നെ ഇവിടുന്ന് ചെന്ന അന്ന് തന്നെ പോയി തുടങ്ങിയിരുന്നു കേട്ടോ. അന്ന് തന്നെ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ജോലിയൊക്കെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കണു, ഹാപ്പി ആയിട്ടിരിക്കണു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൂടെ ഇല്ല എന്നുള്ള ഒരു വിഷമം അതെന്തായാലും ഉണ്ട്. കാരണം നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ എന്താ വേറൊന്നും ചെയ്യാനൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അതിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട്. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര സൗണ്ട് കുറവാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇങ്ങനെ പുറത്തത്തെ സൗണ്ടും അതൊക്കെ കാരണം കൊണ്ട് സൗണ്ട് ഭയങ്കര കുറവായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചാണ്. കാരണം തീരെ എനിക്കത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കത് തീരെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ വോയിസ് എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ അത് റൂമിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് റൂം അങ്ങനത്തെ പിന്നെ അങ്ങനെ അതൊക്കെ അത് കാണാം. नहीं अभी जा रहा हूँ. हाँ कमेंट कर दीजिए सर आपने. हाँ क्या नहीं डालेंगे 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ റൂമിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കേണ്ടത് വെച്ചാൽ എന്തൊക്കെ ഇപ്പോൾ അവിടെ പെട്ടെന്ന് ചെന്ന ആവശ്യം വരാമെന്നറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊന്നും പെട്ടിയിൽ നിന്ന് തുറന്നിട്ട് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഡ്രസ്സ് അല്ലാണ്ട് വേറൊന്നും പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല. ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെയും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ വീഡിയോ കോളിലും ഇങ്ങനെ കാണുന്നുണ്ട്, അല്ലാണ്ട് പിന്നെ ഒന്നുമില്ല. നമ്മളും ഇങ്ങനെ നോക്കിയിരിക്കും നമ്മൾക്ക് കാണിച്ചു തരുന്ന സമയത്ത്. അതുതന്നെയാണ് അവസ്ഥ. കുവൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു രാജ്യമല്ലേ. അപ്പോൾ പിന്നെ എന്താ പറയുക, എയർപോർട്ടൊക്കെ അധികം ദൂരമൊന്നും അല്ല കേട്ടോ, അടുത്ത് തന്നെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തമാശ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഖത്തറിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ദൂരം ഒന്നുമല്ല. ഖത്തറിൽ പക്ഷേ കുറച്ചും കൂടെ ദൂരം ഉണ്ടായിരുന്നു. ഇത് പക്ഷേ അത്രയും ദൂരമില്ല, അത്ര അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ റൂമിലിരുന്നാൽ തന്നെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഒന്ന് എയർപോർട്ടിലേക്ക് എത്തണം വെച്ചെങ്കിൽ ഞങ്ങൾക്ക് 4 hours കൊച്ചിയിലേക്കാണെന്ന് വെച്ചെങ്കിൽ 3 to 4 hours കൊച്ചിയിലേക്ക് വേണം. അതായത് ഇവിടുന്ന് ഖത്തറിലേക്ക് പോകുന്ന ആ ദൂരം ഇവിടുന്ന് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണം. പിന്നെ കോഴിക്കോട് കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കുഴപ്പമില്ല. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക വെച്ചാൽ അങ്ങനെ അതുണ്ടായിരുന്നില്ല. ഓരോ സമയം ഓരോ സ്ഥലത്തു നിന്നാണ് കിട്ടിയിരുന്നത്, ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറയുക, എയർപോർട്ട് ഇവിടെ എന്താ പറയുക, നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഒരുപാടാണ്. പക്ഷേ അവിടെ അങ്ങനെയൊന്നുമില്ല, അവിടെ തൊട്ടടുത്താണ് എന്ന് തന്നെ പറഞ്ഞു. സംഭവം പ്രത്യേകം ഈ ഹോട്ടലിൽ എനിക്ക് എന്താ പറയുക വല്ലാതെ അട്രാക്റ്റ് ചെയ്തൊരു സംഭവം എന്താ വെച്ചാൽ, പണ്ട് ഇറാഖ് അറ്റാക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലോ. അപ്പോൾ ഈ ഹോട്ടലിലും അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും അന്നത്തെ ചില സാധനങ്ങളൊക്കെ അവരിപ്പോഴും അവിടെ ഒരു മ്യൂസിയം മാതിരി ചെറിയൊരു സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയി. എന്നുവെച്ചാൽ അന്നുണ്ടായിരുന്ന ആ സ്റ്റാഫുകൾ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവരിപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ ഇത് ശേഷിപ്പ് മാതിരി. അത് കണ്ടപ്പോൾ എന്താ പറയുക, കുറച്ച് അന്നത്തെ അവരുടെ ഒരു അവസ്ഥ ആ സമയത്തേക്ക് പോയി. ആക്ച്വലി അതാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു സംഭവം. അതിപ്പോഴും ഇവരിങ്ങനെ അതേപോലെ വളരെ വാല്യുബിളായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും കണ്ടു നോക്കൂ, എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ പറഞ്ഞില്ലേ, പണ്ട് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു കുവൈറ്റിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ നടന്നിട്ടുള്ള അതിൻ്റെ എന്തൊക്കെയോ
അവശേഷിപ്പുകളാണ് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ അത് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോൾ അതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല അല്ലേ. നമുക്കതിൻ്റെ ആ ഒരു എന്തായിരുന്നു അവിടുത്തെ ആ ഒരു സീരിയസ്നെസ് അതൊന്നും നമുക്ക് അത്ര അറിയാത്ത കാര്യം കൊണ്ടും പിന്നെ എന്തൊക്കെയാണ് അത് സാധനങ്ങൾ എന്നുള്ളത് വല്ലാണ്ട് അങ്ങോട്ട് മനസ്സിലാവാത്തതുകൊണ്ടും നമുക്ക് അത്ര കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ സൈത്താരത്തന്നെ ഇത് കണ്ടു വന്നിട്ട് ഭയങ്കര കാര്യമായിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണിത്. ഇനി നമ്മൾ കാണുന്നത് ഫുഡിൻ്റെ സെക്ഷനാണ്, മെയിൻ ഭാഗം. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി ദിവസേന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതിങ്ങനെ നമ്മളുടെ അടുത്ത് പറയുക. അപ്പോൾ കുട്ടികളാണ് കേട്ടോ, പാറും മൃദുവും അതിങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ ഇന്ന് പപ്പ എന്താ കഴിച്ചത്, ഇന്ന് എന്താ കഴിച്ചു വെച്ചിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടോ അവിടെ ബുഫേ അങ്ങനെ നമ്മൾക്ക് തന്നെ ഇതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ അവിടുത്തെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്നൊക്കെ ഞാൻ പറയൂ കേട്ടോ. നല്ല നല്ല ഫുഡുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമാണ് ഇത് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ ഒരു ഭാഗത്ത് കാണിക്കാനുള്ളതെന്ന് പറയുന്നത് മിസ്സായിട്ടുള്ളത് എന്താ അറിയോ, സ്വിമ്മിങ് പൂളാണ്. സ്വിമ്മിങ് പൂള് ഞാൻ പറഞ്ഞതായിരുന്നു കാണിക്കണം, അവിടെ പോയിട്ട് കാണിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പോകും, പക്ഷേ വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സ്വിമ്മിങ് പൂളിൻ്റെ ആ ഒരു ഭാഗത്തെ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം എന്താ പറയുക, ക്രിസ്മസ് അല്ലേ. അപ്പോൾ ക്രിസ്മസ് കാരണം കൊണ്ട് അപ്പോൾ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസ് ഇപ്പോൾ ഈ ടൈമിൽ, അതായത് ഇപ്പം കഴിഞ്ഞ മാസം ഇപ്പം സൈത്തേട്ടൻ പോയിട്ട് ഒരു മാസം കഴിഞ്ഞു. അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ദിവസങ്ങൾ പോകുന്നത് എത്ര പെട്ടെന്നാണല്ലേ. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ക്രിസ്മസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിറയെ ഡെക്കറേഷൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ.
പിന്നെ ഇപ്പോൾ അവിടെ ട്രാവൽ ചെയ്യാന്ന് പറയണത് ബസ്സിലൊക്കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പോകുന്നത് ഡബിൾ ഡെക്കർ ബസ്സിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ എന്താ ബസ്സിൻ്റെ ഉള്ളിൽ ആൾക്കാരൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ എന്നാലും അധികം ആൾക്കാർ അവിടെ ബസ്സൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ പറയുക, ഓഫീസിലേക്കൊക്കെ പോകുന്നത് മറ്റേ വാന് അങ്ങനെ അതിലൊക്കെയാണ് ഓഫീസിലേക്ക് പോണത്. പിന്നെ നമ്മൾക്കൊക്കെ ഒരുപാട് ഗൾഫിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞങ്ങൾക്കിപ്പോൾ നാട്ടിൽ ലുലു ആണ് ഇപ്പോൾ ആ കാണുന്ന സൈറ്റിൽ. നമ്മൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കൂടെ നമുക്കതൊരു ഭയങ്കര ഇതാണ്. ഇതാ കാണുന്നു പറഞ്ഞിട്ട്. അപ്പോൾ സൈത്തേട്ടനും സെയിം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ലുലുവിൽ പോയ ദിവസം നമ്മളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ്സായത് നിങ്ങളെന്നെ ശരിക്കും ഇന്നത്തെ ദിവസമാണ്. കാരണം ലുലുവിൽ കയറി കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ പറയുന്നത്, നമുക്ക് തറവാട്ടിൽ പോയ പോലെയാണ് ലുലുവിൽ പോയിട്ടുണ്ടെങ്കിൽ. കാരണം കണ്ണടച്ച് പോയി സാധനങ്ങൾ എടുക്കാം. ഇന്ന സ്ഥലത്ത് ഏതൊക്കെ എവിടേക്കൊക്കെ ഇരിക്കണമെന്നുള്ള അത്രയും നമ്മളെ അത്രയും പോയി പരിചയമുള്ളതല്ലേ. അപ്പോൾ ഏകദേശം അങ്ങനത്തെ ആ ഒരു അതേപോലെയൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ കാണുമ്പോൾ അപ്പം നമുക്ക് പല പല മെമ്മറീസ് അല്ലേ നമ്മൾ അത് കാണുമ്പോൾ. അപ്പം പറഞ്ഞു അവിടുന്ന് പല ഫുഡിൻ്റെ കാര്യം, അത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന പല സാധനങ്ങളുടെ കാര്യം, അതൊക്കെ കാണുമ്പോൾ വളരെ മിസ് ചെയ്തു. കുട്ടികളെന്നെ ആണെങ്കിലും എന്നെ ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ കാഴ്ചകൾ അങ്ങനെ കാണാനൊന്നും ഇതിൽ ഇപ്രാവശ്യം ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്ത് കറങ്ങാൻ പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഫ്രണ്ട്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഓഫീസ് റൂം ഇങ്ങനെയുള്ള ഇത് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോക്ക് അങ്ങനെയുള്ള യാത്രകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളൂ. ലുലുവിൽ പോയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈത്തേട്ടൻ എന്തായാലും അവിടെ നിർത്തി വന്നിട്ടുള്ള വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും ഇങ്ങനെയൊക്കെ കുവൈറ്റിൽ കാണാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ക്രിസ്മസ്, തിരുവാതിര, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ന്യൂ ഇയർ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.